ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ അഷ്ടകസ്തോത്രമാണ് അച്യുതാഷ്ടകം. ഒറ്റനോട്ടത്തിൽ ഭഗവാന്റെ സുപരിചിതമായ നാമങ്ങൾ ഒരു മാല പോലെ കോർത്തുകൊണ്ട് എഴുതിയ സ്തോത്രമാണ് ഇത് എന്ന് തോന്നാമെങ്കിലും ആ ഓരോ പേരുകളുടെയും അർത്ഥം മനസ്സിലാക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഭഗവാന്റെ സ്വരൂപ വൈവിധ്യത്തിൻ്റെ അനുഭവം അവർണ്ണനീയം തന്നെയാണ്. ആദ്യത്തെ ശ്ലോകം: അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതൻ എന്നാൽ ചുതി അല്ലെങ്കിൽ നാശമില്ലാത്തവൻ എന്നാണ് അർത്ഥം. കേശവൻ എന്നാൽ ഭഗവാനെ തൻ്റെ ചെറുപ്പകാലത്തിൽ കൊല്ലുവാനായി വന്ന കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത് എന്നാണ് കഥ. രാമ, നാരായണ എന്നീ പേരുകളിൽ ഭഗവാനെ വിളിക്കുകയാണ്. കൃഷ്ണ, ദാമോദര. കൃഷ്ണൻ എന്ന പേരിൻ്റെ അർത്ഥം ഇരുണ്ട നീലനിറത്തോടു കൂടിയവൻ എന്നാണ്. ദാമോദരൻ, ദാമം എന്നാൽ കയറ് എന്നാണ് അർത്ഥം. ഉദരത്തിൽ, വയറിൽ ഒരു കയറുള്ളവൻ എന്ന അർത്ഥം. അതായത് കണ്ണൻ്റെ കുറുമ്പ് സഹിക്കവയ്യാതെ വന്നപ്പോൾ യശോദാമ്മ ഭഗവാനെ ഒരു ഉരരിൽ കയറ് കെട്ടി ബന്ധിച്ചുവെന്നാണ് കഥ. അതിൽ നിന്നുമാണ് ഭഗവാന് ദാമോദരൻ എന്ന പേര് ലഭിച്ചത്. വാസുദേവം, വസുദേവരുടെ പുത്രനായതുകൊണ്ട് വാസുദേവൻ എന്ന പേര്. ഹരിം, എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവനായതുകൊണ്ട് ഹരി എന്ന നാമവും ലഭിച്ചു. ശ്രീധരം, ശ്രീ അല്ലെങ്കിൽ ഐശ്വര്യം, അതായത് ലക്ഷ്മി ദേവിയെ തൻ്റെ വക്ഷസിൽ ധരിക്കുന്നതുകൊണ്ടാണ് ഭഗവാന് ശ്രീധരൻ എന്ന പേര് ലഭിച്ചത്. മാധവം, മാധുര്യമുള്ളവൻ. ഗോപികാവല്ലഭം, ഗോപികളുടെ എല്ലാം പ്രിയപ്പെട്ടവൻ. ജാനകീനായകം അഥവാ ജാനകീദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള നാഥൻ. രാമചന്ദ്രം ഭജേ, അങ്ങനെയുള്ള രാമചന്ദ്രനെ ഞാൻ ഭജിക്കുന്നു എന്ന് അർത്ഥം. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീനന്ദനം നന്ദജം സന്തതേ. അച്യുതൻ, ശ്രുതിയില്ലാത്ത ഭഗവാനെ. കേശവ, കേശി എന്ന അസുരനെ കൊന്നവനെ. സത്യഭാമാധവം, സത്യഭാമയ്ക്ക് പ്രിയപ്പെട്ടവനായ സത്യഭാമയുടെ ധവൻ അല്ലെങ്കിൽ ഭർത്താവേ. മാധവം, ശ്രീധരം, ഏറ്റവും മാധുര്യമുള്ളവനെ, ഐശ്വര്യത്തെ ധരിച്ചവനെ. രാധികാരാധിതം, രാധികയുടെയും പ്രിയപ്പെട്ടവനെ. ഇന്ദിരാമന്ദിരം, ഇന്ദിരയാകുന്ന ലക്ഷ്മീദേവി ആരിലാണോ വസിക്കുന്നത് ആ ലക്ഷ്മിയുടെ വാസസ്ഥാനമായിട്ടുള്ള ഭഗവാനെ. ചേതസാ സുന്ദരം, ഏറ്റവും സൗന്ദര്യമുള്ള ആത്മാവോട് കൂടിയവനെ, പരമാത്മാവായ ഭഗവാനെ. ദേവകീ നന്ദനം, ദേവകിയുടെ പുത്രനെ. നന്ദജം, നന്ദഗോപരുടെയും പുത്രനെ. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് എന്നെ പരിപാലിച്ചാലും അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് അർത്ഥം. വിഷ്ണവേ ജിഷ്ണവേ ശംഖിനേ ചക്രിണേ രുക്മിണീ രാഗിണേ ജാനകീ ജാനയേ വല്ലവീ വല്ലഭായാർച്ചിതയാത്മനെ കംസവിധ്വംസിനെ വംശിനെ തേ നമ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വിഷ്ണു എന്ന പേരുകൊണ്ടാണ് ഇവിടെ ആദ്യം ആയി ഭഗവാനെ സ്തുതിക്കുന്നത്. വിഷ്ണു എന്നാൽ വ്യാപിച്ചവൻ, വ്യാപ്തിയുള്ളവൻ എന്നാണ് അർത്ഥം. ജിഷ്ണു എന്നാൽ ആരാലും തോൽപ്പിക്കപ്പെടാൻ സാധിക്കാത്തവനെന്ന് അർത്ഥം. ശംഖിനെ, ശംഖ് ധരിച്ചിട്ടുള്ളവനെ. ചക്രിണേ, ചക്രം കരത്തിൽ ഏറ്റിയിട്ടുള്ളവനെ. രുക്മിണീ രാഗിണേ, രുക്മിണീ ദേവിക്ക് പ്രിയപ്പെട്ടവനെ. ജാനകീ ജാനയേ, ജാനകീ ദേവിക്കും പ്രിയപ്പെട്ടവനായ ഭഗവാനെ. വല്ലവീ വല്ലഭായാർച്ചിതയാത്മനെ, വല്ലവികൾ അതായത് ഗോപികമാർ ആരെയാണോ സ്വന്തം ആത്മാവർച്ചിച്ച് പൂജിക്കുന്നത് അത്തരത്തിലുള്ള ഭഗവാനെ. കംസവിധ്വംസിനെ, കംസനെ ധ്വംസനം ചെയ്തവനെ, കംസനെ കൊന്നവനെ. വംശിനെ, വംശി എന്നാൽ ഓടക്കുഴലെന്ന് അർത്ഥം. ആ ഓടക്കുഴൽ ഊതി കളിച്ചു നടക്കുന്ന ഭഗവാനെ അങ്ങയെ ഞാൻ നമിക്കുന്നു എന്ന് അർത്ഥം. നാലാമത്തെ ശ്ലോകം: കൃഷ്ണ ഗോവിന്ദ ഹേ രാമ നാരായണ ശ്രീപതേ വാസുദേവാജിത ശ്രീനിധേ അച്യുതാനന്ദ ഹേ മാധവധോക്ഷജ ദ്വാരകാനായക ദ്രൗപദീ രക്ഷക. കൃഷ്ണ, ഗോവിന്ദ, ഗോക്കളെ മേച്ചു നടക്കുന്നവനെ. ഹേ രാമ, നാരായണ എന്നീ പേരുകളിലൊക്കെ വിളിച്ചുകൊണ്ട് ശ്രീപതേ, ശ്രീയുടെ അധിപതിയായിട്ടുള്ളവനെ.
വാസുദേവ, വസുദേവരുടെ പുത്രനായിട്ടുള്ളവനെ. അജിത, ആരാലും തോൽപ്പിക്കപ്പെടാൻ സാധിക്കാത്തവനെ. ശ്രീനിധി, ശ്രീയുടെ ഐശ്വര്യത്തിൻ്റെ നിധിയായിട്ടുള്ളവനെ, ഇരിപ്പിടമായിട്ടുള്ളവനെ. അച്യുത, നാശമില്ലാത്തവനെ. അനന്ത, ഒരിക്കലും അവസാനമില്ലാത്തവനെ. ഹേ മാധവ, ഏറ്റവും മാധുര്യമുള്ള ഭഗവാനെ. അധോക്ഷജ, യാതൊരു ഇന്ദ്രിയങ്ങളാലും അറിയാൻ സാധിക്കാത്തവനെ. ദ്വാരകാനായക, ദ്വാരകയുടെ നായകനായ അധിപതിയായിട്ടുള്ള ഭഗവാനെ. ദ്രൗപദീ രക്ഷക, ദ്രൗപദിയുടെ രക്ഷയ്ക്ക് കാരണമായ ഭഗവാനെ എന്നെല്ലാം വിളിച്ചുകൊണ്ട് ഭഗവാനെ നമിക്കുകയാണിവിടെ. രാക്ഷസക്ഷോഭിത സീതയാ ശോഭിതോ ദണ്ഡകാരണ്യഭൂ പുണ്യതാകാരണം ലക്ഷ്മണേനാന്വിതോ വാനരൈ സേവിതോ അഗസ്ത്യസംപൂജിതോ രാഘവ പാതു മാം. രാക്ഷസക്ഷോഭിത സീതയാ ശോഭിതോ, രാക്ഷസന്മാരുടെ ക്ഷോഭത്തിന് കാരണമായവനെ. സീതയാ ശോഭിതോ, സീതയാൽ ശോഭിക്കപ്പെടുന്നവനെ. ദണ്ഡകാരണ്യഭൂ പുണ്യതാകാരണം, രാക്ഷസന്മാരുടെ അധിവാസം കൊണ്ട് പാപഭൂമിയായിരുന്ന ദണ്ഡകാരണ്യത്തെ പുണ്യഭൂമിയാക്കി മാറ്റിയ ഭഗവാനെ. ലക്ഷ്മണേന അന്വിതോ വാനരൈ സേവിതോ, എപ്പോഴും ലക്ഷ്മണനാൽ അനുഗമിക്കപ്പെടുന്നവനെ. വാനരൈ സേവിതോ, വാനരന്മാരാൽ സേവിക്കപ്പെടുന്നവനെ. അതേപോലെ അഗസ്ത്യ സംപൂജിതോ രാഘവ പാതുമാം, അഗസ്ത്യനാൽ പൂജിക്കപ്പെടുന്നവനെ. രാഘവ, രഘുകുലത്തിൻ്റെ നാഥനായിട്ടുള്ള ഭഗവാനെ. പാതുമാം, എന്നെ രക്ഷിച്ചാലും എന്ന് പറയുകയാണ്. ധേനുകാരിഷ്ഠകാനിഷ്ടകൃദ്വേഷിഹ കേശിഹ കംസഹൃദ്വംശികാവാദക പൂതനാകോപക സൂരജാലേഖനോ ബാലഗോപാലക പാതുമാം സർവദാ. ധേനുകാരിഷ്ഠകാനിഷ്ടകൃദ്വേഷിഹ, ധേനുകനെന്നും അരിഷ്ടകനെന്നും പേരായ 2 രാക്ഷസന്മാരെയാണ് ഇവിടെ പറയുന്നത്. ഇതിലെ ധേനുകൻ ഒരു കഴുതയുടെ രൂപത്തിലും അരിഷ്ടകൻ ഒരു കാളയുടെ രൂപത്തിലുമാണ് ഭഗവാനെ കൊല്ലുക എന്നുള്ള അനിഷ്ടകരമായ ഉദ്ദേശത്തോടുകൂടി എത്തിയത്. അവരെ 2 പേരെയും വധിച്ച ഭഗവാനെ. കേശിഹ, കേശി എന്ന പേരായ കുതിരയുടെ രൂപത്തിൽ വന്ന ആ അസുരനെയും വധിച്ച ഭഗവാനെ. കംസഹൃത്, കംസനെയും വധിച്ചവനെ. വംശികാവാദക, വംശിയുടെ അല്ലെങ്കിൽ ഓടക്കുഴലിൻ്റെ വാദകനായിട്ടുള്ളവനെ, ഓടക്കുഴൽ ഊതി നടക്കുന്നവനെ ഭഗവാനെ. പൂതനാകോപക, തൻ്റെ കോപം പൂതനയുടെ മേൽ ചൊരിഞ്ഞവനെ. സൂരജാഖേലനോ, സൂരജ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് യമുനാ നദിയെയാണ്. സൂര്യനിൽ നിന്നുമാണ് യമുനാ നദിയുടെ ഉദ്ഭവം എന്നാണ് പറയപ്പെടുന്നത്. ആ നദിയുടെ തീരത്ത് കളിച്ചു വളർന്നവനെ. ബാലഗോപാലക പാതുമാം സർവദ, ബാലഗോപാലകനായിട്ടുള്ള ഭഗവാനെ, അങ്ങനെ എപ്പോഴും രക്ഷിച്ചാലും എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം. വിദ്യുദുദ്യോതവത് പ്രസ്ഫുരദ്വാസസം പ്രാവൃഢം ഭോഭവത് പ്രോല്ലസദ്വിഗ്രഹം വന്യയാ മാലയാ ശോഭിതോരസ്ഥലം ലോഹിതാഘ്രിദ്വയം വാരിജാക്ഷം ഭജേ. വിദ്യുദുദ്യോതവത് പ്രസ്ഫുരദ്വാസസം, വിദ്യുതിനെ പോലെ ഇടിമിന്നലിനെ പോലെ സ്ഫുരിക്കുന്ന വാസസത്തോടു കൂടിയവൻ, തിളങ്ങുന്ന വസ്ത്രത്തോടു കൂടിയവൻ. പ്രാവൃഢം ഭോഭവത് പ്രോല്ലസദ് വിഗ്രഹം, വിഗ്രഹം എന്നതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ രൂപത്തെയാണ് വർണ്ണിക്കുന്നത്. അതെങ്ങനെയാണ്? പ്രാവൃഢം ഭോഭവത്, ഇരുണ്ടുകൂടിയ കാർമേഘത്തെ പോലെ തിളങ്ങുന്ന ആ രൂപം, ആ നിറത്തിലുള്ള ഭഗവാന്റെ രൂപം. വന്യയാമാലയാ ശോഭിതോരസ്ഥലം, വന്യമാകുന്ന മാല കൊണ്ട്, അതായത് കാടുകളിൽ നിന്നും പറിച്ച പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു മാല അദ്ദേഹത്തിൻ്റെ മാറിടത്തിൽ അണിഞ്ഞിട്ടുണ്ട്. അതിനാൽ ശോഭിതനാക്കപ്പെട്ട ഭഗവാനെ. ലോഹിതാംഘ്രിദ്വയം വാരിജാക്ഷം ഭജേ. ചുവന്ന നിറത്തിലുള്ള, ലോഹിതമെന്നാൽ ചുവപ്പ് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ആ നിറത്തിലുള്ള അംഘ്രിദ്വയങ്ങളോട് കൂടിയ അല്ലെങ്കിൽ പാദദ്വയങ്ങളോട് കൂടിയവനെ. വാരിജാക്ഷം ഭജേ, താമരയുടേതുപോലെയുള്ള കണ്ണുകളുള്ളവനെ ഭഗവാനെ ഞാൻ അങ്ങയെ നമിക്കുന്നു. കുഞ്ചിതൈ കുന്തളൈർ ഭ്രാജമാനാനനം രത്നമൗലിം ലസത് കുണ്ടലം ഗണ്ഡയോ ഹാരകേയൂരകം കങ്കണപ്രോജ്വലം കിങ്കിണീമഞ്ജുളം ശ്യാമളം തം ഭജേ. കുഞ്ചിതൈ കുന്തളൈ, വളഞ്ഞ കുന്തളങ്ങൾ, വളഞ്ഞ മുടിയിഴകൾ. അതിനാൽ ഭ്രാജമാനാനനം, അതിനാൽ ശോഭിതമാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ മുഖം. രത്നമൗലിം ലസത് കുണ്ടലം ഗണ്ഡയോ, രത്നങ്ങൾ പതിച്ച കേശാലങ്കാരം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൻ. കുണ്ടലം ഗണ്ഡയോ, അദ്ദേഹം ധരിച്ചിരിക്കുന്ന കുണ്ടലത്തിൻ്റെ തിളക്കത്താൽ ശോഭിതമാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ കവിളുകൾ.
ഹാരകേയൂരകം. അതേപോലെ തന്നെ പുഷ്പങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മാലയാണ് അദ്ദേഹത്തിൻ്റെ കേയൂരകം അല്ലെങ്കിൽ തോൾവളയാക്കിയിട്ടുള്ളത്. കങ്കണ പ്രജ്വലം, പ്രോജ്വലമായിട്ടുള്ള തിളങ്ങുന്ന കങ്കണങ്ങൾ അണിഞ്ഞിട്ടുള്ളവൻ. കിങ്കിണീ മഞ്ജുളം, മഞ്ഞ നിറത്തിലുള്ള ചെറിയ ശബ്ദമുണ്ടാക്കുന്ന മണികൾ ധരിച്ചിട്ടുള്ളവൻ. ശ്യാമളം തംഭജെ, അങ്ങനെയെല്ലാം ഉള്ളതായിട്ടുള്ള ശ്യാമള നിറത്തോടു കൂടിയ, ഇരുണ്ട നീല നിറത്തോടു കൂടിയ ഭഗവാനെ അങ്ങയെ ഞാൻ നമിക്കുന്നു എന്ന് അർത്ഥം. അച്യുതസ്യാഷ്ടകം യഃ പഠേദിഷ്ടദം പ്രേമതഃ പ്രത്യഹം പൂരുഷ സസ്പൃഹം വൃത്തതഃ സുന്ദരം കർത്തൃവിശ്വംഭരം തസ്യ വശ്യോ ഹരിർജായത്തെ സത്വരം. അച്യുതസ്യാഷ്ടകം യഃ പഠേദിഷ്ടദം, ഇഷ്ടദമായിട്ടുള്ള, ഇഷ്ടദമെന്നാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന അച്യുതാഷ്ടകം യഃ പഠേത്, ആരാണോ പഠിക്കുന്നത്, ആരാണോ ചൊല്ലുന്നത്. പ്രേമതഃ പ്രത്യഹം പൂരുഷ സസ്പൃഹ, അതും പ്രേമത്തോടുകൂടി പൂർണ്ണമായ ഭക്തിയോടും, പ്രത്യഹം നിരന്തരവും, പൂരുഷ സസ്പൃഹം പരമമായ ആ പുരുഷനെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പൂർണ്ണമായ ഭക്തിയോടുകൂടി നിരന്തരമായി ചൊല്ലുന്നത് ആരാണോ. വൃത്തതഃ സുന്ദരം കർത്തൃവിശ്വംഭരം, ഈ ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനിൽ തസ്യ വശ്യോ ഹരിർജായത്തെ സത്വരം, അതിൽ വശംവദനായിക്കൊണ്ട് ആ ഹരിയിൽ തന്നെ ലയിച്ചു ചേരുമെന്ന് ഈ ശ്ലോകത്തിൻ്റെ ഫലശ്രുതി.